ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലയാളികളായിട്ടുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ ചില സ്ത്രീകളെങ്കിലും നിരവധി തരത്തിലുള്ള മദ്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. അത് വിസ്കി, ബ്രാൻഡി, റമ്മ എന്ന് വേണ്ട അങ്ങനെ എല്ലാം തരത്തിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ കഴിച്ചാലും മലയാളികൾക്ക് എന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കാര്യമാണ് വാറ്റ് എന്ന് പറയുന്ന സംഭവം. കാരണം അതിൻ്റെ ടേസ്റ്റ് വേറെ, അതിൻ്റെ ഗുണം വേറെ, അങ്ങനെ പല പല കാരണങ്ങളുള്ളത് പറയാൻ വേണ്ടി. എന്തായാലും കേരളത്തിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇത് സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാറ്റുന്നത് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ പരിസരങ്ങളിലോ ഇത് ചെയ്യാതിരിക്കുക. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു വാറ്റിന് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ എല്ലാവർക്കും പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന, ഗോവയിൽ കിട്ടുന്ന ഫെനി എന്ന് പറഞ്ഞാൽ കശുവണ്ടി അത് വാച്ചിയെടുത്തേക്കുന്ന അതിൻ്റെ പഴച്ചാറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്ന സാധനമാണ് ഫെനി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയുകയും ചെയ്യാം. പക്ഷേ ഇന്ത്യക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഇത് ഓതറൈസ്ഡ് ആക്കി അവർ സെല്ല് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ടിപ്പിക്കൽ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ട ഒരു കിടിലൻ വാറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഗ്രീക്കുകാരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് ഇംഗ്ലണ്ടിൽ ഇത് സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതാണ് ഈ വാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് എന്ത് ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് പെയർ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ സബർജിനി പോലത്തെ ആ വർഗ്ഗത്തിൽ പെടുന്ന ഒരു സാധനമാണ് പെയർ. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് ലഭ്യമാണ്. അതെ, ഞാൻ എന്തായാലും ഇത് ഇച്ചൂടെ അടുപ്പിച്ച് ഞാൻ ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ബേസിക്കലി ആയിട്ടൊരു രീതിയുണ്ട്. ഞാൻ ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പഴം ശരിക്കും ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മാത്രം എടുത്ത് അതിന് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് ഒന്ന് പുളിപ്പിച്ചെടുക്കുക. 2-3 ആഴ്ചയോ അല്ലെങ്കിൽ 4 ആഴ്ചയൊക്കെ ആയിട്ട് ശരിക്കും പുളിപ്പിച്ചെടുത്ത ശേഷം അതിനെ ഡിസ്റ്റില് ചെയ്ത് എടുക്കുക. അതായത് നല്ല തെളിവായിട്ടുള്ള നല്ല ഒറിജിനൽ സാധനം കിട്ടുന്നു. അത് നേരെ എന്താണ് പറയുന്നത്, ശരിക്കും പ്രോസസ്സിലൂടെ ഡിസ്റ്റിൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനമായി. പിന്നെ ഇതിനൊരു വേറൊരു പ്രത്യേകത കൂടിയുണ്ടോ, ഇത് 40% ആണ്. ഓക്കെ, 40% ഈ ഒരു സാധനത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 വർഷം പഴക്കം ചെന്ന ഒരു സാധനം കൂടിയാണ്. 4 വർഷം പഴക്കം ചെന്ന സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിസ്കിയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് വിസ്കി എന്ന് പറയുമ്പോൾ 1 വർഷം, 2 വർഷം, 10 വർഷം, 36 വർഷം, 50 വർഷം ഒക്കെ പഴക്കമുള്ള വിസ്കിയുണ്ട്. അപ്പോൾ അത്രയും പഴക്കം ചെല്ലും തോറും അതിൻ്റെ വീര്യം കൂടും, അതിൻ്റെ ടേസ്റ്റ് കൂടും, വിലയും കൂടും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാധനം ബോട്ടിലാക്കുന്നതിന് മുമ്പ് ഈ സാധനം 4 വർഷത്തെ പഴക്കം കൂടിയുള്ള ഒരു വാറ്റ് കൂടിയാണ്. സോ അപ്പം ടേസ്റ്റ് കൂടും, അതിൻ്റെ വീഡിയോ കൂടും. ഓക്കെ, നമുക്കിത് കുടിച്ച് നോക്കാം. ഓക്കെ, കുടിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ശുഭം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടി അടുപ്പിച്ച് കാണിച്ചിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ വാറ്റ്, അതായത് പെയർ സ്പിരിറ്റ് എന്നാണ് ഇവരോട് പറയുന്നത്. ഇതാണ് ആ ഫ്രൂട്ട്. ഓക്കെ, അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാരണം ഞാനിവിടെ മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ടാണ് ഇവരോട് ഉപയോഗിക്കുന്നത്. ഇതാ ഈ സാധനം നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ പെയറാണ് ഇവർ ശരിക്ക് ഇടിച്ചു പിഴിഞ്ഞ് അതിന് ചാറെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. UK ഇത് സെയിൽ ചെയ്യുന്നതിൻ്റെ സീല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡിസ്റ്റിൽഡ് ആസ് എ പെയർ ദ ട്രഡീഷണൽ രീതിയിൽ ഇത് ഉണ്ടാക്കിയത്. അതായത് പക്ക ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ വാറ്റിയെടുക്കുന്ന എങ്ങനെയോ ആ രീതിയിലാണ് ഇവർ വാറ്റിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട, ഈ സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ടച്ചിങ്സ് ആയിട്ട് ഈ പെയർ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിപാടില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് നമുക്ക് സ്മെല്ല് നോക്കാം. ഇതുകൊണ്ടാണ് നമ്മൾ വാറ്റിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏത് പഴം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൻ്റെ സ്മെല്ലിൽ തന്നെ ഒന്നാമതെ കാണും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രൻ. ഈ ഒരു പെയറെന്ന് പറഞ്ഞാൽ ഈ ഒരു പഴം ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മണത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു മണമുണ്ടല്ലോ, അതിൻ്റെ ഒരു മണമായിരിക്കും. ഇപ്പോൾ ഈ രീതിയിലൊക്കെ പൈനാപ്പിളിൻ്റെ ഒക്കെ ഉണ്ടാക്കുമോ, അതല്ലെങ്കിൽ മാങ്കോ കൊണ്ട് ഉണ്ടാക്കുമോ, എന്തുകൊണ്ട് പ്രോപ്പറായ രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നു, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്താൽ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ അതേ സ്മെല്ലായിരിക്കും, കിട്ടില്ല സ്മെല്ലായിരിക്കും. അപ്പോൾ എന്തായാലും സ്മെല്ല് സൂപ്പറാണ്. ഇനി നമുക്ക് ഒരല്പം
ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചെടുക്കാൻ പോകണം. ആദ്യം ഒരല്പം ഒഴിച്ചെടുത്ത് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരല്പം ഓക്കെ, നല്ല തെളിനീര് പോലത്തെ കിറ്റിലെ വെള്ളമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സൂപ്പർ. നമ്മൾ സാധാരണ വാറ്റ് ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഫെനി കുടിച്ചിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ നാച്ചുറലായിട്ട് ഉണ്ടാക്കി കിട്ടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു സ്മെല്ല്, ആ ഒരു സർവത്ര സാധനം സൂപ്പറാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഈ വെള്ളം ഒഴിക്കാതെയൊക്കെ കുടിക്കുന്നതൊക്കെയാണ് നല്ലതെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് സിപ്പ് ചെയ്യാം. കിട്ടില്ല സാധനമാണ്, നല്ല പവർഫുള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ രീതിയിൽ കത്തലുണ്ട്. കത്തലില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 40% ആൽക്കഹോളുള്ള സാധനം എന്നാണ് പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതായിട്ട് കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എന്തെങ്കിലും വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സോഡയാണ്. അപ്പോൾ ഞാൻ ഈ മറ്റു കോളകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല ഈ ഒരു ആവശ്യത്തിന്. കാരണം പറ്റുന്നതല്ല, നമ്മൾ പറയും അത് ഏത് തരത്തിലുള്ള മദ്യമാണെങ്കിൽ കുടിക്കുന്നെങ്കിൽ പോലും നമ്മൾ ആ മദ്യത്തിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഫീൽ അറിഞ്ഞിട്ട് തന്നെ കുടിക്കണം, എങ്കിലും ഒരു ടേസ്റ്റ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴ്ന്ന കുറേ മദ്യങ്ങൾ അതിങ്ങനെ ടേസ്റ്റ് കൂട്ടി കഴിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റേത് മദ്യങ്ങളാണെങ്കിലും നാവിൽ ആ മദ്യം വരികയും അതിൻ്റെ ആ ടേസ്റ്റ് നാവിലൂടെ നമ്മുടെ തലച്ചോറിലൊക്കെ വന്ന് ആ ടേസ്റ്റ് ഫീൽ ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കാം. അപ്പോൾ കൊതി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോഴ് ടേസ്റ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ നേരത്തെ ഒരു അല്പമൊക്കെ കട്ടിയുണ്ടെങ്കിൽ ഇപ്പം നല്ല സ്മൂത്തായി. സോഡയുടെ ആ സ്പാർക്ലിങ്ങും നമ്മുടെ വാറ്റിൻ്റെ ആ ഒരു പ്യുവർ ടേസ്റ്റും പിന്നെ പേറിൻ്റെ നമ്മുടെ ഈ സാധനത്തിൻ്റെ ആ ഒരു സ്മെല്ലും. ഓക്കെ, ഇനി ടച്ചിങ്സിനായിട്ട് ഇതിനെ തന്നെ എടുക്കാം. അപ്പം മൊത്തത്തിൽ ഒരു പഴത്തിൻ്റെ, ഒരു ഫ്രൂട്ടിൻ്റെ വാറ്റും ടച്ചിങ്സായിട്ട് ഫ്രൂട്ടും. ഓക്കെ, അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരു ഫുൾ ബോട്ടിലാണ്. ഓക്കെ, ഈ ഫുൾ ബോട്ടിൻ്റെ വില ഇവിടെ ഞാൻ മേടിച്ചപ്പോൾ ഏകദേശം 1500 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ഓക്കെ, 1500 രൂപ. ഇനി ഇത് മേടിക്കണം എന്ന് ഇംഗ്ലണ്ടിലുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഇംഗ്ലണ്ടിലെ ലിഡിൽ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ വീക്കിൽ മാത്രം അവൈലബിൾ ആയിട്ടൊരു സാധനമാണിത്. ഈ വീക്ക് ഓരോ ആഴ്ചയിലും ഓരോ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ബ്രാൻഡുകൾ, ഓരോ രാജ്യത്തിൻ്റെ ബ്രാൻഡുകൾ ഇതെല്ലാം മാറി മാറി വരും. അപ്പോൾ ഈ പ്രാവശ്യം ഗ്രീക്കിൻ്റെ ഉള്ള കുറേ ബ്രാൻഡ് സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത് മേടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കിടിലൻ സാധനം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളതോടെ നമുക്ക് കഴിച്ച് തീർത്ത ശേഷം വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. വേറൊന്നും കൊണ്ടല്ല, അധികം സമയം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൂസതാവും, പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സിപ്പ് കൂടെ എടുത്ത ശേഷം, അതല്ലെങ്കിൽ ഇതൊന്നും തീർത്ത ശേഷം നമ്മൾ സംഭവം ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഗ്യാസ് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എന്താ അല്ലേ, അതായത് ഒരു നല്ല ഉഗ്രം വാറ്റും ആ വാറ്റുണ്ടാക്കിയ പഴവും ആ ഫ്രൂട്ടും കഴിച്ച് അടിപൊളിയായിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും കുഴപ്പമില്ലാത്ത ഒരു ഫീലാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.